വലയടിച്ച് തീർന്നിട്ടുണ്ട്. ഞാൻ പറയണ കേൾക്കുമെന്ന് അറിയില്ല. കാര്യം വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നതും പിന്നെ വന്നിട്ടുണ്ട് വീഡിയോ. ഞാൻ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നു. പക്ഷെ നമുക്ക് മൈക്കില്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റും. എനിക്ക് പിന്നീട് എനിക്കൊരു വോയിസ് കൊടുക്കാൻ വയ്യായിട്ട് അതുകൊണ്ട് ചെയ്യുന്നതിന്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വീഡിയോ എടുത്തുള്ള ആ ഒരു പരിചയമൊന്നും എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഫോൺ ഒരിടത്ത് ആ ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കും. ചിലപ്പോൾ ബാക്ക് ക്യാമറ ഓണാക്കി വെക്കും. പിന്നെ അത് മാത്രമല്ല ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഓണാക്കി നമ്മൾ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വെട്ടത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെയെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈറ്റ്, ഇവിടെ ലൈറ്റ്, അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മോൻ്റെ വേലയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ വേലയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ എടുത്തത് ശരിയായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എടുക്കുന്നത് ഇടുന്നു, പക്ഷെ നിങ്ങളൊക്കെ മൊബൈലിൽ എങ്ങനെയാണിത് പിന്നെ കാണാൻ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചോറ് വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയാവാറായി കേട്ടോ. ഇപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ കുറേ സമയം കഴിഞ്ഞു. ഞാൻ പിന്നെ വീഡിയോ എടുക്കണം. പിന്നെ മോള് പോയി പേര് മഴയായിരുന്നു, ഭയങ്കര മഴയായി. അതുപോലെ ഇനിയിപ്പോൾ ടാങ്കിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു കൊമ്പ് പിന്നെ ശിഖരം വന്ന് കിടക്കുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആരെങ്കിലും കൊണ്ട് മാറ്റിക്കണം. അതിനിപ്പോൾ അങ്ങനെയുള്ള പണിയും കാര്യങ്ങളും കിടക്കണം. തറയൊക്കെ അങ്ങ് ഒട്ടുന്നു എന്ന് വെച്ചാൽ തണുപ്പ് മഴയും കൂടെ പെയ്തപ്പോഴത്തേക്ക് തറയൊക്കെ അങ്ങ് ഒട്ടുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ഒത്തിരി ദിവസമായി വീഡിയോ എടുത്ത്. പിന്നെ ഇതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരത്തെ എടുക്കുന്ന വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുത്തെടുത്ത് വെച്ചിരുന്ന വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് പോകാനായിട്ട് നോക്കാം കേട്ടോ. നിങ്ങളെന്തായാലും പറ, അഭിപ്രായങ്ങളൊക്കെ പറ. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ ചില കമൻറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ വരുന്നതായിരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ മനുഷ്യനാണ്, ഏതൊരു മനുഷ്യനും ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. എപ്പോഴും ഒരാൾ സന്തോഷമായിട്ടിരിക്കത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് വല അടിക്കണം. വല അടിച്ചിട്ട് എനിക്കൊന്ന് കുളിച്ചിട്ട് വരണം. കാര്യം എന്ന് വെച്ചാൽ മുഖത്തിനൊക്കെ നല്ല കടുപ്പമുണ്ട്, ഉറക്കവും ഇല്ല. പിന്നെ തലവേദനയാണെങ്കിൽ തലപെരുപ്പും അങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണം. ഇനിയിപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിച്ച് നല്ല ഒരു ഇതായിട്ടൊക്കെ വന്നിട്ട് എന്തായാലും പാത്രം കഴുകാനും എടുക്കുന്നുള്ളൂ, ചോറും വെക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ചെയ്യാനായിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വല അടിക്കണം. മഴയ്ക്ക് മുമ്പേ എനിക്ക് വീഡിയോ കാരണം എത്രത്തോളം എടുത്ത് അത് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ വോയിസ് കൊടുക്കുന്നത് വരെ മഴ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ എടുത്ത് പോകാൻ പറ്റും. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഭയങ്കര പാടായിരിക്കും. മഴ പെയ്ത് ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ഇട്ട സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല മഴ പെയ്തു, ഭയങ്കര മഴയായിരുന്നു. ആ മഴ പെയ്ത സമയത്ത് ഞാൻ പിന്നെ വിചാരിച്ചെന്തായാലും ഇനിയിപ്പം ആ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. നല്ല ഒച്ചപ്പാട്, ഷീറ്റിൽ വെള്ളം വീഴുന്നുകൊണ്ടാണ് ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും. നമ്മളെ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇതിനോട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾ പറ്റുന്നിടത്തോളം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങൾ വീഡിയോ കാണുക. പിന്നെ നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ നമുക്ക് ഇപ്പോൾ കുടുംബകാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവരെ ആരെയും കൊണ്ടുവന്നിടാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യത്തില്ല. വീട്ടിലെന്താണ് അപ്പം ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി ഞാനിപ്പോൾ ഇതാണ്. ഇതെനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ട്, പുതിയ പുതിയ തുടക്കക്കാരെന്ന് വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാം പറക്കിക്കൊണ്ട് വെച്ച് മൊബൈൽ ഓണാക്കി വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ മൈൻഡ് അങ്ങോട്ട് പോകും. നമുക്ക് വീഡിയോ എടുത്തേ പറ്റുള്ളൂ, അതുപോലെ എഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചിലപ്പോൾ വോയിസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വോയിസ് നേരിട്ട് കൊടുത്തു പോവാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ജോലി എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി വീഡിയോ എടുത്ത് പോകുന്നതിൻ്റെ കൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് കയറുക, പിന്നെ അതുപോലെ തന്നെ പിന്നെ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഏകദേശം കുറേ സമയം എനിക്ക് അങ്ങനെ പോയി കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അത്രയും സമയം പോയല്ലോ എന്നുള്ളൊരു തോന്നൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളിപ്പോൾ മോളുള്ളതുകൊണ്ട് ഇപ്പോൾ അത്രയും ദിവസം ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് മോൻ വരുമ്പോഴത്തേക്ക് മോനും കൂടെ വന്ന് ഭക്ഷണം കൊടുത്ത് കഴിച്ച് പിന്നെ മോൻ വന്നതിന് ശേഷമാണ് ഞാനും ഇരുന്ന് കഴിച്ച് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് തിരികെ കൂടെ ഇരുന്നതിന് ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു 11-12 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. കിടക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു സമയമൊക്കെ എത്തും. അതുവരെ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കാര്യങ്ങളും വീഡിയോ എടുപ്പ് എൻ്റെ മെയിൻ
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാം. ഇനിയിപ്പോൾ മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ നോക്കട്ട്. വീഡിയോ ഇങ്ങനെ എടുത്തത് ശരിയായെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കേട്ടോ. പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കാണക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ വീട്ടുപണി, വീട്ടുജോലി, പിന്നെ എത്രത്തോളം കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്ന രീതിയിൽ, അതായത് ട്രാവലിംഗ് ആയാലും അതുപോലെ എന്തോന്ന് പറയാം, ഇപ്പം തന്നെ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. ആരും പേരൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ട് അതിനൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന ജോലി, ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുപണി കാര്യങ്ങൾ, പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് പോവുക, ഇതൊന്ന് കിട്ടുന്ന ഒരു വരുമാനം, അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്കിങ്ങനെ പോയാൽ മതി. അപ്പോൾ എന്തായാലും പിന്നെ മാക്സിമം പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുകയും വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തോന്ന് പറയാനായിട്ട്, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്നേഹിച്ചവർക്കും നമ്മളെ ചേർത്ത് നിർത്തിയവർക്കും എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി. മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ മനസ്സ് നിറയെ എല്ലാവരുടെ അടുത്തും സ്നേഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അടുത്ത് ബഹുമാനവും പിന്നെ ഒത്തിരി കടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ ഒരാളിൻ്റെ അടുത്ത് നമുക്ക് വിളിച്ച് പറയാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വന്ന് പറയാനുള്ളതോ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. നമുക്കൊരിക്കലും വന്ന വഴി മറക്കാൻ പറ്റത്തില്ല. വന്ന വഴി മറന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മേൽഗതി അല്ലെങ്കിൽ മുന്നോട്ട്, ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കിയാൽ പിന്നെ എത്രയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ഇഴഞ്ഞിഴഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മൾ ഒരുവിധം മുന്നോട്ട് പോയാലും എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി അടയുമ്പോൾ നമുക്ക് മറുവഴി തുറന്ന് കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇത്രയും ദിവസം ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. ഒരു വഴി അടയുമ്പോൾ നമുക്ക് മറുവഴി തുറന്ന് കിട്ടും. അപ്പോൾ അതെന്തായാലും ദൈവത്തിൻ്റെയൊക്കെ ആ ഒരു കൃപ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് സമയം പൊക്കോണ്ടിരിക്കണം. കാരണം ചോറ് വയ്ക്കണം, എന്തെങ്കിലും കറി വയ്ക്കണം. മീനൊന്നും മേടിച്ചില്ല, കുറേ ദിവസമായി. മീൻ മേടിക്കുമ്പോഴത്തേക്ക് ചള്ളായ മീനാണ് കൊണ്ടുവരുന്ന മീൻ കൊണ്ടുവരുന്നവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കിട്ടുന്നതല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുക്കളയിലുള്ള ഈ ഒരു കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെക്കുക. അതുപോലെ തന്നെ ഇരിക്കുന്ന മണി പ്ലാന്റിൻ്റെ വെള്ളം മാറ്റണം. ട്യൂബ് നേരെ പിടിച്ച് കെട്ടി വെക്കണം. കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ വന്ന് വീണ് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചൊക്കെ കെട്ടി വെച്ച്, മോനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു ദിവസം ഈ ട്യൂബ് വെക്കുന്ന സമയത്ത് ഒരു നൂല് പോലെ ഒരു ചരട് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വള്ളി വെച്ചിട്ട്. അത് പൊട്ടി വീണ് കേട്ടോ. അത് ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് കെട്ടാൻ വേണ്ടിയിട്ട് കയറി കസേരയിട്ട് ഗ്യാസ് ഇരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കയറി നിന്നപ്പോൾ എനിക്ക് കാലൊക്കെ ഭയങ്കര പെരുപ്പായിരുന്നു. എന്നെക്കൊണ്ട് സ്റ്റെപ്പ് കയറാൻ, ഈ വെള്ളം കാണുമ്പോഴേ ഇതുപോലെ ഉയർച്ചയിൽ പൊക്കമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് കെട്ടി വെക്കണം. പിന്നെ വല ഇരിക്കുന്നു. അപ്പോൾ വലയൊക്കെ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. അടുക്കള പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പണ്ടുള്ളവർ പറയും പിന്നെ ഇങ്ങനെ വലയടിക്കുക, ആണുങ്ങളൊക്കെ ആണെങ്കിൽ വലയടിച്ചാൽ മാറാല പിന്നെ വരത്തില്ല, പെണ്ണുങ്ങളടിക്കണമെങ്കിൽ മാറാല കൂടുമെന്ന് പറയും കേട്ടോ. നമ്മളിത് പറയുമ്പോഴത്തേക്ക് ചിലർക്ക് അത് പിടിക്കില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഇടയ്ക്ക് പണ്ടുള്ളവർ പറയുന്ന കാര്യങ്ങളും പണ്ട് നമ്മളെയൊക്കെ വീടുകളിലൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണേ. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട്, കഴിഞ്ഞ ദിവസമല്ല നമ്മളൊരു മീൻകറി വെക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ വാഴത്തറ വെട്ടി അതിൻ്റെ കൈയുടെ കുറച്ച് കഷ്ണം വെട്ടി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഇട്ടപ്പോഴത്തേക്ക് പറഞ്ഞ് പിന്നെ വേറെ ഒരു പണിയില്ലേ, കറിവേപ്പില വാരിയിടുന്നതാണ് കിടന്നത്. അതൊക്കെ പണ്ട് ചെയ്ത് വന്നിരുന്ന ഓരോ കാര്യങ്ങൾ കുറേ പേർക്ക് ഉപകാരപ്പെടും. ഇടുന്നവരിടട്ടെ, പിന്നെ വീഡിയോ കാണുന്നവർ കാണട്ടെ, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. അങ്ങനെയൊക്കെ തന്നെ. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ നിർബന്ധിച്ച് ആരെയും കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. നമ്മളേതായിട്ടുള്ള ഞാൻ എൻ്റെ പണി എടുക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് എനിക്ക് ഇരുന്ന് വോയിസ് കൊടുക്കാൻ എനിക്ക് വയ്യ കേട്ടോ. വയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം ഒരു വല്ലാത്ത ഒരു ഇതിലൊക്കെ ഞാൻ ഇരിക്കണം. ഇനിയിപ്പോൾ മണി പ്ലാന്റിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. മഴയും കൂടെയൊക്കെ ആയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടും പിന്നെ ഒരു ശ്വാസത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുക്കള വിശേഷങ്ങൾ. വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെറിയ സ്റ്റാൻഡ് പൊട്ടിപ്പോയി കേട്ടോ. അടുപ്പിലെ ചാരം ഒന്ന് വാരി മാറ്റി കൊടുക്കണം. അടുപ്പിൻ്റെ അവിടെ അമ്മിക്കല്ലിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ചോറ് വെക്കണം. ഇനിയിപ്പം മക്കൾ പോയി, മോനും പോയിട്ടുണ്ട്. മോളൊന്നിപ്പോൾ രാവിലെ പോയി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ക്ലാസ് ഉണ്ട്. ഒരു 4 ദിവസത്തെയും കൂടെ ക്ലാസ് ഉണ്ട്, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചിക്ക് ഇനിയിപ്പോൾ വൈകിട്ടേ വരും. അപ്പോൾ ഇന്നോട്ട് വീണ്ടും നമ്മൾ പഴയതുപോലെ തനിച്ചായി. ഇപ്പം മോളുള്ളതുകൊണ്ട് 2 മാസം കൊണ്ട്, കൊച്ചുള്ളതുകൊണ്ട് ഇവിടെ ആളനൊക്കെ ഉണ്ടായിരുന്നു, ബഹളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയതുപോലെ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കും. അവളും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കാര്യവും പറഞ്ഞ്
അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അവിടെ ചാടി ഇവിടെ ചാടി അങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനവും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പണി കേട്ടോ. നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാമേ. കണ്ട 2 പേര് അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് വിറവൊക്കെ ഉള്ളു, വിറവെല്ലാം പോയി. ഇനി വെളി ഇറങ്ങുമ്പോൾ പിന്നീട് ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ കാണിക്കാം. ഉറങ്ങുകയാണ് കേട്ടോ, പാലൊക്കെ കുടിച്ചിട്ട്. ഇല്ല കേട്ടോ, തള്ള അവിടെ ഇല്ല, വെളിയിൽ പോയി. ഹാപ്പീനെ കാണിച്ചു തരാമേ. ഹാപ്പിയേ 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 എന്താ ഹാപ്പിക്ക് ഉറക്കം തന്നെ കേട്ടോ. എത്ര ഉറങ്ങിയാലും മതിയാവൂല. അങ്ങനെ ഹാപ്പി അവിടെ കിടന്നുറങ്ങുന്നു. നല്ല പണിയുണ്ട് ഇന്നിപ്പം. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇവിടെയൊക്കെ മാറാലെയാണ് ഉണ്ട്. ഇതെല്ലാം അടിക്കണം. കുറേ ആയി വല അടിച്ചിട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ എന്നോ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, വല അടിക്കുന്നതും റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ വല അടിച്ചിരുന്നു. പിന്നെ എനിക്ക് വല അടിക്കാൻ സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു. അതാണ് കേട്ടോ, ഞാൻ ഇങ്ങനെയൊന്നും ഇട്ടിരിക്കുന്നതല്ല. മനസ്സൊന്നും എനിക്ക് ഒട്ടും ശരിയല്ല. എനിക്ക് ആദ്യം ഇനിയിപ്പോൾ പോയി ഒന്ന് തല തണുക്കും, ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ പക്ഷേ ഇതിനിടയ്ക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വിചാരിച്ചൊന്ന് വല ഇടിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ വീണ്ടും പുറത്തൊക്കെ മാറാലേ വീഴും. പാത്രം കഴുകുന്നതൊക്കെ പിന്നീടേ ഉള്ളൂ കേട്ടോ. പിന്നീടാണെങ്കിൽ നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാമല്ലോ. പാത്രം കഴുകണം, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ വെക്കണം. അങ്ങനെയുള്ള പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തൊക്കെ നല്ല മഴക്കോളും ഒക്കെ ഉണ്ട്. ഇപ്പം ഇച്ചിരി വെട്ടം വീണിട്ടുണ്ട് കേട്ടോ, നല്ല വെട്ടം വീണ് ഉണ്ട്. 2 പൂവുണ്ട്. ശരിക്കും കാടായി. ഇനിയിപ്പോൾ നമ്മൾ കാടൊക്കെ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം മൊത്തവും നിറയെ കാടും പുല്ലും ഒക്കെ പിടിച്ച് കിടക്കുന്നു. ഉണ്ട്. എനിക്ക് ആവുമെങ്കിൽ കഴിഞ്ഞതിനൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് തറയിലൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചെത്തിപ്പറിച്ച് വൃത്തിയാക്കി കാടെല്ലാം എടുത്ത് കളഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. കാര്യമെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളെ ബോഡി നമ്മളടുത്ത് എന്നെ സഹകരിക്കാത്ത രീതിയിലൊക്കെ നിൽക്കുമല്ലോ, അതേപോലെ തന്നെ കേട്ടോ. മാങ്ങയൊക്കെ തീർന്നു, ഇനി ഉണ്ടാകുന്നറിയാൻ വയ്യ. പിന്നെ മരക്കമ്പ് ഇതിൻ്റെ ഇടയ്ക്ക് അത് അണ്ണൻ നട്ടതായിരുന്നു കേട്ടോ. വളമൊന്നും ഇടാനൊന്നും പറ്റിയില്ലായിരുന്നു. വളമൊന്നും ഇടാത്ത മരക്കമ്പാണ് കേട്ടോ. ചെരുപ്പ് എടുത്തിട്ടെ, വെളിയിൽ ഇറങ്ങിയിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇന്നലെ രാത്രിയിൽ കാറ്റടിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ പ്ലാവിൻ്റെ കൊമ്പ് കുളിമുറിയുടെ മണ്ടയിൽ കൂടെ കണ്ട ശിഖരം ഒടിഞ്ഞ് വീണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കിടക്കണം. ഇനിയിപ്പോൾ അതിനി ആരെങ്കിലും കൊണ്ടൊന്ന് വെട്ടി മാറ്റണം. ടാങ്കിൻ്റെ മണ്ടയിൽ കൂടെ കിടക്കുകയാണ് കണ്ട, ടാങ്കിൻ്റെ മുകളിൽ കൂടെ വീണ് കിടക്കുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ച് ഒന്ന് അത് വലിച്ച് മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ ടാങ്ക് ചിലപ്പോൾ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോവും. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതുപോലെ ഞാൻ പറയണ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നും അറിയില്ല. അതുകൊണ്ട് ആ സൈഡിലായിട്ട് വിലയില്ല. ഇതൊക്കെ മുട്ടയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. ഇന്നലത്തെ മഴയത്ത് വീണതാണ്. ഇന്നലത്തെ മഴ നമ്മളെ ചതിച്ച ചതിയാണ്. ആ ടാങ്കിൻ്റെ മണ്ടയിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറി വീണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്നതിനെ കൊണ്ടേ ഈ സൈഡിൽ നിന്നാണ്. ഇവിടെ ഇത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങോട്ട് നിന്ന ഈ തോലെല്ലാം കൂടെ നിന്നപ്പോഴത്തേക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നല്ല മഴക്കോളുണ്ട്. ഇപ്പോൾ വീട്ടിനകത്തോട്ട് കയറാം. വലയടിച്ച് തീർന്നിട്ടുണ്ട്. ഞാൻ പറയണ കേൾക്കുമെന്ന് അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കാണുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മളെ വലയെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് ആ സൈഡ് ഭിത്തി അതേപോലെ ഷീറ്റ് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ തറ ക്ലീൻ ചെയ്യണം. എന്നുകൊണ്ട് വലയടിച്ച് കംപ്ലീറ്റ് തറയിൽ വീണ് കിടക്കണം കേട്ടോ. മാറാലയൊക്കെ വീണ് കിടക്കണം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂച്ചക്കുഞ്ഞുങ്ങൾ 2 പേരും കൂടെ അടുപ്പിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. ഇവിടെ
മഴ ഇപ്പം പെയ്യുമെന്ന് തോന്നുന്നു. നല്ല മഴക്കോളും ഉണ്ട്. മഴ പെയ്ത് തുടങ്ങിയിട്ടാണ്. ഇനി പറയാനൊന്നും കേൾക്കാൻ പറ്റില്ല. നല്ല ഒച്ചയൊക്കെ എന്തായാലും ഞാൻ ഇനിയിപ്പം പരീക്ഷയെല്ലാം എടുത്തതിന് ശേഷം ഇവിടുത്തെ അടുപ്പിൽ തീയും കത്തി വിളക്കും ഉണങ്ങി കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഞാനിപ്പോൾ വിചാരിച്ച് ഇവിടെ കൊണ്ടങ്ങ് നിർത്താമെന്ന്. കാരണം കൂടുതൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു ചമ്മന്തി അരയ്ക്കണം. കല്ല് കഴുകിയിട്ടിരിക്കണം. ചമ്മന്തി അരച്ച് 2-3 ഉണക്കമീനൊക്കെ എടുത്ത് വറുത്തതിന് ശേഷം ചെറിയൊരു തോരനും കൂടെ വെച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ലെങ്തായിപ്പോവും. പിന്നെ ഇങ്ങനെ നിൽക്കുന്നു, മഴക്കോളും കറണ്ട് പോക്കും ഇടയ്ക്ക് ഇടി അങ്ങനെ വെട്ടണം. ഇപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം. വിളക്കണങ്ങ് ഇനിയിപ്പോൾ അത് മാത്രം ഇനിയിപ്പോൾ അത് കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അടുത്ത് കത്തിയല്ലോ, അതുകൊണ്ട് അത് മാറ്റി. തീപ്പെട്ടി കുതിർന്നിരിക്കുന്നു, അതാണ് ഞാൻ അടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ വെള്ളം തിളച്ചിട്ട് ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനിടയ്ക്ക് ഇന്നലെ നമ്മൾ റോഡിൽ പോയിട്ടുണ്ടായിരുന്നേ. റോഡിൽ പോയപ്പോഴത്തേക്ക് മാങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ മേടിച്ചപ്പോഴത്തേക്ക് ഇന്നലെ മോള് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് പറയുന്നത് മധുരമില്ല, വാടലാണെന്ന്. കണ്ടപ്പോഴത്തേക്ക് ആഗ്രഹം തോന്നി, കൊതി തോന്നി മേടിച്ചതാണ് കേട്ടോ. 4 എണ്ണം ഉണ്ടായിരുന്നു. 1 കിലോ 100 രൂപയെങ്ങാണ്ടായിരുന്നു. 100 രൂപ. ഇന്നലെ മോൾക്ക് ചെരുപ്പ് മേടിക്കണം, കോളേജിൽ പോകാനായിട്ട്. അങ്ങനെ ഇന്ന് കോളേജിൽ പോകണമല്ലോ. അപ്പം അങ്ങനെ ഇന്നലെ വൈകുന്നേരം റോഡിൽ പോയി ചെരുപ്പം മേടിക്കാനായിട്ട് പോയി. അങ്ങനെ അതിന് പോയപ്പോഴത്തേക്ക് മാങ്ങ മേടിച്ചില്ല. തൊലിയുടെ ഇവിടെ ഇച്ചിരി കറുത്തിരിക്കണം എന്നല്ല, മാങ്ങയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ മധുരമില്ല, അതാണ് കാര്യം. അങ്ങനെ അതെ 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇന്നലെ എടുത്തോളൂ, അതിരിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പം നമ്മൾ അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് അതവിടെ കിടന്ന് തിളച്ച്, ഇനിയിപ്പം തിളച്ചതിന് ശേഷം നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. കവറിലിരിക്കുന്നത് മാങ്ങയാണ് കേട്ടോ. ഞാൻ ഒരെണ്ണെടുത്ത് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. പാത്രങ്ങളെല്ലാം ഇവിടെ പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളെ പുട്ട് കൂടെ നല്ല കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പ് പിന്നെ ചോറൊക്കെ വെച്ച് മാറ്റിയതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പിന്നെ കുറേ പേര് പറഞ്ഞ് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണേ കുറ്റിയിൽ. അതെന്തായാലും ഞാൻ കുറ്റിയിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. പിന്നെ സിങ്കെല്ലാം കഴുകിയിട്ട് ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ ജോലി.